നമസ്കാരം. 2017 ഫെബ്രുവരി 17-നാണ് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ നടി ആക്രമിക്കപ്പെട്ടത്. കൊട്ടേഷൻ സംഘങ്ങൾ ആദ്യം പിടിയിലായ കേസിൽ മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ദിലീപിന്റെ പേര് ഉയർന്നു കേട്ടത്. കേരളത്തെയാകെ ഞെട്ടിച്ച സംഭവമായിരുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം. അതേ വർഷം ജൂലൈ 10-ന് അറസ്റ്റിലായ ദിലീപിന് 3 മാസത്തോളം ജയിലിൽ കഴിഞ്ഞ ശേഷമാണ് ജാമ്യം ലഭിച്ചത്. വിചാരണ തുടങ്ങിയെങ്കിലും ഇടയ്ക്ക് പുതിയ വെളിപ്പെടുത്തലുമുണ്ടായി. തുടർന്ന് ഹൈക്കോടതിയിൽ നിന്നും നടന് ജാമ്യം ലഭിക്കുകയായിരുന്നു. ഇപ്പോൾ വളരെ നിർണായക ഘട്ടങ്ങളിലൂടെയാണ് കേസ് കടന്നുപോകുന്നത്. അന്ന് മുതൽ ആരംഭിച്ച നടിയുടെ നിയമ പോരാട്ടങ്ങൾ 8-ാം വർഷത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. മലയാള സിനിമാ താരങ്ങളുടെ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന പൾസ് സുനിയായിരുന്നു ആക്രമണത്തിന് പിന്നിൽ. എന്നാൽ മലയാള സിനിമയെയും ഇന്ത്യയെ തന്നെ നടുക്കിയ ഈ സംഭവത്തിന് ശേഷം മറ്റു ചില നടിമാർക്കും ഇത്തരത്തിലുള്ള ക്രൂരത അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളതായുള്ള ചില സൂചനകളും പല കോണുകളിൽ നിന്നായി പുറത്തുവന്നിരുന്നു. ഇപ്പോഴത്തെ കേസ് അന്തിമഘട്ടത്തിലേക്ക് നിൽക്കുന്ന വേളയിൽ ദിലീപിനെ വീണ്ടും പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് നടൻ മഹേഷ്. കേസിന് തുടക്കം മുതൽ ചാനൽ ചർച്ചകളിൽ ദിലീപിന് വേണ്ടി നിരന്തരം വാദിക്കുന്നയാളാണ് മഹേഷ്. ദിലീപിനെ പിന്തുണയ്ക്കാനുള്ള കാരണത്തെക്കുറിച്ചും മഹേഷ് സംസാരിച്ചു. ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടൻ. ദിലീപിനെ എനിക്ക് അധികം അറിയില്ല. ദിലീപിന്റെ സിനിമകളിൽ പോലും എന്നെ വിളിക്കാറില്ലല്ലോ. വേറൊന്നും കൊണ്ടല്ല, അദ്ദേഹത്തെ എനിക്ക് അത്രയേ പരിചയമുള്ളൂ. ചക്കരമുത്തിൽ ഞാനും അദ്ദേഹവും തമ്മിൽ കോമ്പിനേഷൻ ഒന്നുമില്ല. താൻ ഈ കേസിൽ ദിലീപിന് അനുകൂലമായി നിലപാടെടുക്കാൻ കാരണമുണ്ടെന്നും മഹേഷ് പറയുന്നുണ്ട്. ജനങ്ങൾക്ക് ഇഷ്ടമുള്ള നടൻ. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ ആ മനുഷ്യൻ ജയിലിൽ കിടക്കേണ്ടത് 20 വർഷമാണ്. സ്വയം കരിയറിൽ കയറി വന്ന വ്യക്തിയാണ്. അങ്ങനെ ഒരാൾക്ക് ഇനി കാരാഗൃഹ ജീവിതമാണോ എന്ന് ആലോചിച്ചു. ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹം ബുദ്ധിയില്ലാത്ത മനുഷ്യനൊന്നുമല്ല. സിനിമ നിർമ്മിക്കാൻ സാമ്പത്തികമുള്ളവരുണ്ടായിട്ടും എന്തുകൊണ്ട് ദിലീപ് 2020 എടുത്തു? അവിടെ അവന്റെ ബിസിനസ് ബുദ്ധിയുണ്ട്. ദിലീപ് പല സിനിമകളും ത്യജിച്ചാണ് ആ സിനിമ ചെയ്തത്. പക്ഷെ അതിൽ പ്രധാന വേഷമുണ്ട്. ദിലീപ് തന്റെ സിനിമകളുടെ മാർക്കറ്റിംഗ് ബുദ്ധിപരമായി നടത്തി. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾ അത്ര വിഡ്ഢിയൊന്നുമല്ലല്ലോ. അദ്ദേഹത്തിന്റെ അന്നത്തെ സാമ്പത്തികാവസ്ഥ വെച്ച് ഈ ഒരു ക്രൈം ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് ആരെയും വിളിക്കേണ്ട കാര്യമില്ല. എന്തിന് പൾസ് സുനി? അവൻ പ്രൊഡക്ഷൻ ഡ്രൈവറായി വണ്ടി ഓടിക്കുകയും അത്യാവശ്യം തരികിട പരിപാടികൾ കാണിക്കുകയും ചെയ്യുന്ന ആളാണ്. 2011-2012 കാലഘട്ടത്തിൽ ഇതേപോലൊരു നടിയെ ഇതുപോലെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്ത ക്രൈം റെക്കോർഡുള്ള ആളാണത്. അങ്ങനെ ഒരാളെ വീണ്ടും അതേ ക്രൈം ചെയ്യാൻ പ്രേരിപ്പിക്കാൻ മാത്രം വിഡ്ഢിയല്ല ദിലീപ്. കാരണം പോലീസ് എങ്ങനെയാണ് ക്രൈം കണ്ടുപിടിക്കുന്നത്? ഹിസ്റ്ററി നോക്കിയാണ്. ഇതേപോലെ ഒരു ക്രൈം മുമ്പ് ആര് ചെയ്തെന്ന് നോക്കും. അത് വെച്ചാണ് അവർ പെട്ടെന്ന് പ്രതിയിലേക്ക് എത്തും. അങ്ങനെയുള്ള പൾസ് സുനിയെ ദിലീപ് കുറ്റകൃത്യം ചെയ്യാൻ ഏൽപ്പിക്കില്ലെന്നും മഹേഷ് വാദിക്കുന്നു. പൾസ് സുനി നേരിട്ട് കണ്ടാൽ ബോധം കെട്ടി വീഴുന്ന 2 കോടി രൂപയാണ് വാഗ്ദാനം ചെയ്തതെന്ന് പറയുന്നു. പൾസ് സുനി 20 രൂപയ്ക്ക് ചെയ്തേക്കാം. കാരണം സുനിയുടെ സാമ്പത്തിക സ്ഥിതി അതാണ്. പൾസ് സുനിയെ റിമാൻഡ് ചെയ്ത് 2-3 ആഴ്ചകൾക്ക് ശേഷമാണ് പെട്ടെന്ന് ദിലീപിന്റെ പേര് പറയാൻ ഓർമ്മ വരുന്നു. ഒരു പോലീസുകാരൻ തന്നെ ഫോൺ കൊടുക്കുന്നു. ആ ഫോണിൽ നാദൃശ്യെ വിളിക്കുന്നു. ദിലീപിന്റെ പേര് പറയുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. നേരത്തെ ദിലീപ് കുറ്റക്കാരനാണെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളൊന്നും ഇതുവരെ പോലീസിന് കണ്ടെത്താനായില്ലെന്ന് മഹേഷ് പറഞ്ഞിരുന്നു. കേസിന്റെ തുടക്കം മുതലുള്ള പല കാര്യങ്ങളിലും അന്വേഷണം വേണമെന്നും അന്ന് പലരെയും ചോദ്യം ചെയ്യാതെ വിട്ടത് തെറ്റായിപ്പോയെന്നും നടൻ പറയുന്നു. ആക്രമിക്കപ്പെട്ട നടി അന്നത്തെ ദിവസം തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് വരുന്നുണ്ട് എന്ന് പൾസ് സുനി എങ്ങനെ അറിഞ്ഞു എന്നതൊരു ചോദ്യമാണ്. ആരുടെ വർക്കിന് വേണ്ടി വന്നു എന്നുള്ളതും ഒരു ചോദ്യമാണ്. അവരെ ചോദ്യം ചെയ്യേണ്ട എന്നുള്ളതൊരു ചോദ്യം. ഇതിനുത്തരം പോലീസ് അറിയേണ്ടതല്ലേ? സംഭവം നടന്നതിന് ശേഷം അന്ന് രാത്രി നടി ഒരു നടനും സംവിധായകനുമായ ആളുടെ വീട്ടിൽ കൊണ്ടുവിട്ടു. അവിടെ ചോദ്യം ചെയ്യാൻ പോയ പോലീസിന് എന്തുകൊണ്ട് കാത്തു നിൽക്കേണ്ടി വന്നു? എന്തുകൊണ്ട് ചോദ്യം ചെയ്യൽ പിറ്റേ ദിവസം രാവിലേക്ക് മാറ്റിവെക്കേണ്ടി വന്നു? മെഡിക്കലിന് കൊണ്ടുപോയതിന് പിറ്റേ ദിവസമാണ്. എന്തുകൊണ്ടാണ് ഡിലേ വന്നതെന്ന് അന്വേഷിക്കണം. തനിക്ക് കാര്യങ്ങൾ തുറന്നു പറയുന്നതിന് പരിമിതിയുണ്ട്. താൻ നടിക്കെതിരെ ആണെന്ന് എല്ലാവരും പറയുന്നു. താൻ ഇതുവരെ നടിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. ദിലീപ് തെറ്റ് ചെയ്തില്ല എന്ന് പറയുന്നത് കൊണ്ട് താൻ എങ്ങനെയാണ് നടിക്കെതിരെയാവുന്നത്? റൂട്ട് മുതലുള്ള കാര്യങ്ങൾ അന്വേഷിച്ചാൽ അന്ന് പലരെയും ചോദ്യം ചെയ്യാതെ വിട്ടത് തെറ്റായി പോയെന്ന് പോലീസിന് മനസ്സിലാകും. ദിലീപിനെ കൊടുക്കാൻ വേണ്ടി പോലീസ് ശ്രമിക്കുകയാണ്. ഇത് പോലീസിന്റെ അഭിമാന പ്രശ്നമായി മാറിയിരിക്കുകയാണ്. കോടതിയെയും സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ്. കേസിൽ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുന്നതിന് മുൻപ് തന്നെ അത് മാധ്യമങ്ങളിൽ വന്നു. അതിൽ ആരാണ് തെറ്റുകാരൻ? സാമ്പത്തികമായി മൂക്കുകുത്തിയ ഒരു പ്രധാനപ്പെട്ട ചാനൽ വഴിയാണ് കഴിഞ്ഞ 5-6 മാസമായി തുടർച്ചയായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ചാനലിനെ എങ്ങനെയാണ് ഓരോരോ കാര്യങ്ങൾ ലഭിക്കുന്നത്? നാഥനില്ല കളരി പോലെ കുറച്ചു പേരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അവർ കളിക്കുന്ന കളികളാണിതെല്ലാം. ഈ സർക്കാരിന്റെ ഭാഗമായിട്ടിരുന്നപ്പോഴാണ് ദിലീപ് നിരപരാധിയാണ് എന്ന് സെൻകുമാർ പറയുന്നത്. റിട്ടയർ ആകുന്നതിന്റെ തൊട്ടു മുൻപാണ് പറഞ്ഞത്. ബൈജു പൗലോസ് കൊടുത്തതല്ലാതെ എന്താണ് അധികമായി ADGPക്ക് കോടതിയിൽ കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത്? ഒന്നുമില്ല. ഇത്രയും നാളെടുത്തിട്ടും എന്തുകൊണ്ടാണ് കേസ് തെളിയിക്കാൻ പറ്റാത്തത്? ഇതിനൊരു പരിധിയില്ലേ? കുറ്റം തെളിഞ്ഞാൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. എന്നാൽ ഇതുവരെ കിട്ടിയ തെളിവുകളൊന്നും ദിലീപോ മറ്റുള്ളവരോ കുറ്റക്കാരനാണെന്ന് പറയാവുന്നതല്ല. ഒപ്പമുള്ളവരോ കുറ്റക്കാരാണെന്ന് പറയാവുന്നതല്ല. എന്തുകൊണ്ടാണ് ബൈജു പൗലോസ് വിചാരണയ്ക്ക് പോകാതിരുന്നത്? അദ്ദേഹത്തിന് വിചാരണയോടെ തീരേണ്ടതല്ലേ? പോകേണ്ട സമയത്ത് തന്നെ ഈ ഒരു കേസ് പൊക്കിയെടുത്ത് കൊണ്ടുവന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ട് നീട്ടിക്കൊണ്ടുപോകുന്നു? ചില ആളുകൾ ചാനലുകളിൽ ദിലീപിനെതിരെ പ്രതികരിക്കുന്നത് മാനസിക നില തെറ്റിയതുപോലെയാണ്. ഇവരുടെയൊക്കെ മനോനിലയെ ബാധിച്ചു തുടങ്ങി. ഈ കേസിൽ പ്രോസിക്യൂഷൻ പെരുമാറുന്നത് ഒരു സ്വകാര്യ വ്യക്തിയുടെ വക്കീലിനെ പോലെയാണ്. എന്തുകൊണ്ടാണ് ആദ്യത്തെ 2 പ്രോസിക്യൂട്ടർ രാജിവെച്ചു പോയത്? തങ്ങളുടെ ഇച്ഛയ്ക്ക് അനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നില്ലെന്ന് പറഞ്ഞല്ലേ പോയത്? കേസ് തോറ്റാൽ നാണക്കേട് സർക്കാരിനാണെന്നും മഹേഷ് പറഞ്ഞു. അതേസമയം നടി ആക്രമിക്കാനായി ദിലീപ് നൽകിയത് 1.5 കോടിയുടെ കൊട്ടേഷനാണെന്നാണ് കേസിലെ 1-ാം പ്രതിയായ പൾസ് സുനി
പറയുന്നത്. ഇനി തനിക്ക് 80 ലക്ഷം രൂപയോളം കിട്ടാനുണ്ടെന്ന് പൾസർ സുനി അവകാശപ്പെടുന്നു. ഒരു TV ചാനൽ നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷനിലാണ് സുനിയുടെ വെളിപ്പെടുത്തൽ. ഒളിക്യാമറ ഓപ്പറേഷനാണെന്നാണ് ചാനൽ വ്യക്തമാക്കിയത്. എന്നാൽ ഈ വാദം പൂർണ്ണമായി തള്ളുന്നുണ്ട്. എന്തുകൊണ്ടാണ് ദിലീപ് ഇത്തരം ഒരു കൊട്ടേഷനിലേക്ക് നീങ്ങിയതെന്നും മാധ്യമപ്രവർത്തകരോട് പൾസർ സുനി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേസിൽ നിർണായക തെളിവായി മാറിയേക്കാവുന്ന ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണും മെമ്മറി കാർഡും സുരക്ഷിതമായിരിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ അത് എവിടെയാണെന്ന് തുറന്നു പറയാൻ പൾസർ സുനി തയ്യാറായില്ല. മെമ്മറി കാർഡിലെ ദൃശ്യങ്ങളുടെ ഒന്നിലേറെ പകർപ്പുകൾ എടുത്തിട്ടുണ്ടെന്ന നിർണായക വെളിപ്പെടുത്തലും ഒന്നാം പ്രതി നടത്തുന്നുണ്ട്. പകർപ്പുകൾ പോലീസിന്റെ കൈവശമുണ്ടെങ്കിലും യഥാർത്ഥ മെമ്മറി കാർഡ് കണ്ടെത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല. വിചാരണ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ പൾസർ സുനിയുടെ വെളിപ്പെടുത്തൽ പ്രോസിക്യൂഷന് സഹായകരമാകുന്ന തെളിവായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തന്നെ ആക്രമിക്കരുതെന്ന് നടി കരഞ്ഞു പറഞ്ഞിരുന്നുവെന്ന വെളിപ്പെടുത്തലും സുനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നതിനെ കുറിച്ച് അതിജീവിതയ്ക്ക് അറിയാമായിരുന്നു. തന്നെ ആക്രമിക്കാതിരുന്നാൽ എത്ര പണം വേണമെങ്കിലും നൽകാമെന്ന് നടി പറഞ്ഞു. എന്നാൽ അതിന് ഞാൻ തയ്യാറായില്ല. ആ പണം വാങ്ങിയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ജയിലിൽ പോകാതെ സുഖമായി കഴിയാമായിരുന്നു. എന്നാൽ അതിലും വലിയ ഓഫർ കൊട്ടേഷൻ നൽകിയവർ തന്നു. സ്വാഭാവികമായി ദൃശ്യങ്ങൾ എടുക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഫ്ളാറ്റിൽ കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പൾസർ സുനി പറയുന്നു. നടിയെ ബലാത്സംഗം ചെയ്യാൻ 1.5 കോടിയുടെ കൊട്ടേഷനാണ് ദിലീപ് നൽകിയത്. ബലാത്സംഗം പകർത്താനും നിർദ്ദേശിച്ചു. എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് അതിജീവിതയ്ക്ക് അറിയാം. അതിക്രമം ഒഴിവാക്കാൻ എത്ര കാശും തരാമെന്ന് അതിജീവിത പറഞ്ഞു. ആ പണം വാങ്ങിയിരുന്നെങ്കിൽ ജയിലിൽ പോകാതെ രക്ഷപ്പെടാമായിരുന്നു. തന്റെ കുടുംബം തകർത്തതിലെ വൈരാഗ്യമായിരുന്നു ദിലീപിന്. അക്രമം നടക്കുമ്പോൾ ഞാൻ ദിലീപിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഏതാണ്ട് 2 മണിക്കൂർ നേരമാണ് നടിയെ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചത്. പലതവണ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തി. ബലാത്സംഗത്തിലൂടെ അതിജീവിതയെ പൂട്ടുകയായിരുന്നു ലക്ഷ്യമെന്നുമാണ് പൾസർ സുനി വെളിപ്പെടുത്തിയിരിക്കുന്നത്. 2017 കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം നടക്കുന്നത്. എന്നാൽ ഈ 2017 മുമ്പും സമാനമായ രീതിയിലുള്ള കൃത്യം ചെയ്തിട്ടുണ്ടെന്നാണ് പൾസർ സുനി പറയുന്നത്. എന്നാൽ അവർ ആരും കേസിന് പോയില്ല. എല്ലാം ഒത്തുതീർപ്പിലെത്തുകയായിരുന്നു. അതൊന്നും ദിലീപ് പറഞ്ഞിട്ടായിരുന്നില്ല. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ നടി ആക്രമിക്കപ്പെട്ട കേസിലെ 8ാം പ്രതിയായ ദിലീപ് അടക്കമുള്ള പലർക്കും അറിയാമായിരുന്നുവെന്നും പൾസർ സുനി സമ്മതിക്കുന്നുണ്ട്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.